ഈ അടുത്ത കാലത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $1,00,000 H-1B വിസയ്ക്ക് ഫീസ് കൂട്ടിയത്. $1,00,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 90 ലക്ഷത്തോളം രൂപ. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തും വലിയ എതിർപ്പാണ് ഇതിനെതിരെ ഉയർന്നത്. ഈ ഫീസ് ഇങ്ങനെ കുത്തനെ കൂട്ടിയതിനെതിരെ. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തെ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അമേരിക്കയിൽ H-1B വിസയിലൂടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 7,30,000-ഓളം H-1B വിസ ഉടമകൾ US-ൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 70%-ലധികവും ഇന്ത്യക്കാരാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ കണക്കുകൾ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 4 ലക്ഷം H-1B വിസകളിൽ 2,83,397 എണ്ണത്തിന്റെയും ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിസയുടെ ഫീസ് കൂട്ടിയപ്പോൾ ഇന്ത്യൻ പ്രവാസികളുടെ നെഞ്ചെടുപ്പ് കൂടി. ഇപ്പോൾ H-1B വിസയെ കുറിച്ച് ചില സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ H-1B വിസ ഫീസ് വർധനവിനെതിരെ കാലിഫോർണിയയുടെ നേതൃത്വത്തിൽ 20 സ്റ്റേറ്റുകൾ നിയമപോരാട്ടത്തിന് തയ്യാറായി കഴിഞ്ഞു. $1,00,000 ഫീസ് എന്ന ഈ നയം നിയമവിരുദ്ധമാണെന്നും അത്യാവശ്യ പൊതുസേവനങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവനങ്ങൾക്ക് ഭീഷണിയാണെന്നും ഇവർ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ഉത്തരവ് പിൻപറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് ഈ നയം നടപ്പിലാക്കുന്നത്. ആശുപത്രികൾ, സർവകലാശാലകൾ, പൊതുവിദ്യാലയങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കുന്ന H-1B വിസ നയത്തിന് കീഴിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ചെലവാണ് ഈ നയം കുത്തനെ വർദ്ധിപ്പിക്കുന്നത്. ഫീസ് ചുമത്താൻ ഭരണകൂടത്തിന് അധികാരമില്ലെന്ന് കേസിന് നേതൃത്വം നൽകുന്ന കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോണ്ടർ പറയുന്നുണ്ട്. ആവശ്യമായ നിയമനിർമ്മാണ ചട്ടങ്ങൾ മറികടക്കുകയും കോൺഗ്രസിന്റെ അധികാരപരിധി ലംഘിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ നയം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിന്റെയും US ഭരണഘടനയുടെയും ലംഘനമാണെന്ന് സംസ്ഥാനങ്ങൾ വാദിക്കുന്നു. ട്രംപിന്റെ നയങ്ങളെല്ലാം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം താരിഫിലാണ് ട്രംപ് തുടങ്ങി വെച്ചത്. താരിഫിനെതിരെ കോസ്കോ പോലുള്ള വൻകിട അമേരിക്കൻ കമ്പനികൾ പോലും കോടിക്കണക്കിന് ഡോളർ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഈ നയം അമേരിക്കൻ ബിസിനസ്സുകൾ പോലും തകർക്കും എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരുമായ പ്രൊഫഷണലുകളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മേലുള്ള ഇരുട്ടടിയാണ് H-1B വിസയ്ക്ക് ഫീസ് ഇങ്ങനെ കുത്തനെ കൂട്ടിയത്. ഈ വർധനവ് ഈ വിസയെ ആശ്രയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ധ തൊഴിലാളി സമൂഹമായ ഇന്ത്യൻ പ്രവാസികളുടെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുക മാത്രമല്ല, US-ലെ പല നിർണായകമായ മേഖലകളെയും തകർച്ചയിലേക്ക് നയിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആശുപത്രികളിലും സർവകലാശാലകളിലും പൊതുവിദ്യാലയങ്ങളിലും സേവനം ചെയ്യുന്ന കഴിവുള്ള തൊഴിലാളികളുടെ നിയമനം ദുഷ്കരമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ അമേരിക്കൻ പൗരന്മാരാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അത്യാവശ്യ പൊതുസേവനങ്ങൾക്ക് ട്രംപിന്റെ ഈ നയം ഭീഷണിയാകുമെന്ന സംസ്ഥാനങ്ങളുടെ വാദം ഒരു വലിയ സാമൂഹിക പ്രതിസന്ധിയാണ് ഓർമ്മിപ്പിക്കുന്നത്. തൊഴിൽ ശക്തിയുടെ ലോകോത്തര വൈവിധ്യമാണ് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകം. ഈ നയം ആഗോള പ്രതിഭകളെ അമേരിക്കയിൽ നിന്ന് അകറ്റുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നതിലൂടെ അത്യധികമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് ദോഷകരമായി ബാധിക്കുക. ലോകോത്തര വൈദഗ്ധ്യമുള്ള പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾ US-ന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനകളെ കുറച്ചു കാണുന്ന ഈ നയം ആഗോള പ്രതിഭകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിടുക തന്നെ ചെയ്യും. നിയമ നടപടികൾ മറികടന്നുള്ള ഫീസ് ചുമത്തൽ US ഭരണഘടനയുടെ ലംഘനമാണെന്ന വാദം നിലനിൽക്കെ ഈ നിയമ പോരാട്ടത്തിന്റെ ഫലം H-1B വിസയുടെ ഉടമകളുടെ ഭാവിയെ മാത്രമല്ല, ലോകം മുഴുവനുള്ള തുറന്ന വിപണിയുടെയും വൈവിധ്യമാർന്ന തൊഴിൽ ശക്തിയുടെയും ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ട്രംപിന്റെ നയങ്ങൾ സൃഷ്ടിച്ച ഈ അനിശ്ചിതത്വം അമേരിക്കൻ സ്വപ്നങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. അമേരിക്കൻ പൗരന്മാരും ലോകമെമ്പാടുമുള്ള പ്രവാസികളും അദ്ദേഹത്തിന്റെ നയങ്ങളെ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. ഈ നയങ്ങൾ കാരണം ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീണിട്ടുണ്ട്. അന്യായമായി താരിഫ് ചുമത്തിയതിനുള്ള സുപ്രീം കോടതി വിധി വരാനിരിക്കുകയാണ് ട്രംപിന്. ആ വിധി ട്രംപിന് നിർണായകമാണ്. ചുരുക്കത്തിൽ ട്രംപ് എല്ലാവരെയും വെറുപ്പിക്കുകയാണ്.